കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അന്തസത്ത ചോദ്യം ചെയ്തല്ല നിയമസഭ ബില്ല് പാസാക്കിയതെന്നും നിയമത്തിലെ വ്യവസ്ഥകൾ ഇളവ് വേണമെന്നാണ് ആവശ്യമെന്നും വനമന്ത്രി എ.കെ. ശശീന്ദ്രൻ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുള്ള അധികാരം സംസ്ഥാന സർക്കാരിന് കൂടി നൽകണം. കോഴിക്കോട് സംസ്ഥാനതല വന്യജീവി വാരാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എ.കെ. ശശീന്ദ്രൻ. കേരള വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈ മാസം 8 വരെയാണ് വന്യജീവി വാരാഘോഷം സംഘടിപ്പിക്കുന്നത്. വംശനാശം നേരിടുന്ന വന്യജീവി സമ്പത്ത് സംരക്ഷിക്കുന്നതിനുള്ള അവബോധം വളർത്തുക എന്നത് ലക്ഷ്യമിട്ടാണ് പരിപാടി. കർമ്മനിരത സേനയാക്കി വനം വകുപ്പിനെ മാറ്റാൻ സാധിച്ചതായും വനം വന്യജീവി നിയമ ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതിയിൽ നിന്ന് അനുകൂല തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ നടപടികൾ സ്വീകരിക്കാനും ഉത്തരവിറക്കാനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് അധികാരം വേണമെന്നതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി വേണം. ഇപ്പോഴുള്ള നിയമത്തിലെ ഉപാധികളിൽ ഭേദഗതികൾ വേണം. അത് പ്രത്യേകിച്ച് എപ്പോഴാണ്, എല്ലാ പ്രാവശ്യമല്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും ജില്ലാ കളക്ടർക്ക് ഉത്തരവ് കൊടുക്കാൻ അധികാരമുണ്ടോ. അപ്പോൾ നിലവിലുള്ള ഉപാധികളാണ് അതിൻ്റെ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത്. ആ ഉപാധികളിലായി വരുത്താൻ നമുക്ക് കൃത്യമായിട്ട് കേന്ദ്ര നിയമത്തിൽ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായൊരു നിയമം പാസ്സാക്കാൻ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിന് അധികാരമില്ല എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയാം. പക്ഷേ ഉപാധികളിൽ കണ്ടീഷനിൽ പ്രത്യേക സാഹചര്യത്തിൽ ഇടപെടാനുള്ള അവകാശം വേണമെന്നാണ് ഈ ബില്ലിൻ്റെ പ്രസക്തമായ ആവശ്യം. കാലപ്പഴക്കം ചെന്ന വനനിയമങ്ങൾ പരിഷ്കരിക്കാൻ LDF സർക്കാർ മുൻകൈയെടുത്തു. കാലാവസ്ഥാ വ്യതിയാനം മനുഷ്യരെ പോലെ വന്യമൃഗങ്ങളെയും ബാധിക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.